ചോദ്യം 1. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പ്രന്തിയിൽ. ചോദ്യം 2. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? ഉത്തരം 1888. ചോദ്യം 3. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന അദ്വൈത ദർശനം ഏത് ആശ്രമത്തിലൂടെയാണ് പ്രചരിപ്പിച്ചത്? ഉത്തരം ആലുവ അദ്വൈതാശ്രമം. ചോദ്യം 4. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ചത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 5. SNDP ആഗേർ യോഗം സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1903. ചോദ്യം 6. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 7. ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച പ്രശസ്തനായ വിദേശ കവി ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ 1922 ശിവഗിരിയിൽ വെച്ച്. ചോദ്യം 8. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1925 വർക്കലയിൽ വെച്ച്. ചോദ്യം 9. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 10. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇത് ആരുടെ വചനമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 11. ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രശസ്തമായ സ്ഥലം ഏത്? ഉത്തരം കളവൻകോട്, ചേർത്തല. ചോദ്യം 12. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏത്? ഉത്തരം 1928 സെപ്റ്റംബർ 20. ചോദ്യം 13. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആഹ്വാനം ചെയ്തതാർ? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 14. ശിവഗിരി ശാരദാമഠം ഗുരു പ്രതിഷ്ഠിച്ച വർഷം ഏത്? ഉത്തരം 1912. ചോദ്യം 15. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളിൽ ഒന്നായ ആത്മവിലാപം എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.